മമ്മൂട്ടിയുടെ അറിവോടുകൂടിയാണ് മോഹൻലാൽ അത് ചെയ്തതെങ്കിൽ മമ്മൂട്ടി തോപ ചെയ്യണം, മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയണം. ശരി, മമ്മൂട്ടി മെഗാസ്റ്റാറും മോഹൻലാൽ സൂപ്പർ സ്റ്റാറുമാണ്. ഇതൊക്കെ നമ്മുടെ ഇടയിലാണ്. അവർക്കിടയിൽ അവർ നല്ല സുഹൃത്തുക്കളാണ്. ഇച്ചാക്ക എന്നാണ് ലാലേട്ടൻ മമ്മൂക്കയെ വിളിക്കുന്നത് തന്നെ. എൻ്റെ അനിയൻ എന്നുള്ള രീതിയിലാണ് മമ്മൂക്ക ലാലേട്ടനെ കാണുന്നത്. പക്ഷെ ഫാൻസുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുടെ പേരിലൊക്കെ യുദ്ധങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ ഇവർ നല്ല സുഹൃത്തുക്കളാണ്, അടുത്ത സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് തന്നെ മമ്മൂട്ടിക്ക് ഒരു രോഗമുണ്ട് എന്ന് ചില വാർത്തകൾ സത്യമാണോ എന്നറിയില്ല വന്ന സമയത്ത് മോഹൻലാൽ ശബരിമലയിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി വഴിപാട് നടത്തി. ആ വഴിപാടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു മതപണ്ഡിതൻ വർഗീയ വിഷം തുപ്പുകയാണ്. അതായത് മമ്മൂട്ടിയുടെ അറിവോടുകൂടിയാണ് മോഹൻലാൽ ശബരിമലയിൽ ആ വഴിപാട് നടത്തിയതെങ്കിൽ തൗബ ചൊല്ലണം മമ്മൂട്ടി എന്നാണ് ഈ ഒ അബ്ദുള്ള എന്ന് പറയുന്ന മതപണ്ഡിതനെന്ന് സ്വയം അവകാശപ്പെടുന്ന ആൾ വിഷം തുപ്പുന്നത്. എന്താണ് സത്യത്തിൽ ഇയാളുടെ പ്രശ്നം? സത്യത്തിൽ ഒ അബ്ദുള്ള ഒരു മതപണ്ഡിതനല്ല, ഒ അബ്ദുള്ള ഒരു മാധ്യമപ്രവർത്തകനാണ്. അദ്ദേഹം മാധ്യമപ്രവർത്തകൻ എന്ന അപ്പുറത്തേക്ക് മതപരമായ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇസ്ലാമികമായ കാര്യങ്ങളിൽ വലിയ അഭിപ്രായങ്ങളൊക്കെ പറയും. മതപണ്ഡിതൻ ആണ്. പക്ഷേ ചാനൽ ചർച്ച ശ്രദ്ധിച്ചാൽ മതി, ചാനൽ ചർച്ചയിലൊക്കെ ഇദ്ദേഹം പങ്കെടുക്കുമ്പോൾ മാധ്യമപ്രവർത്തകൻ തന്നെയാണ്. മാത്രമല്ല അദ്ദേഹം മാധ്യമപ്രവർത്തനായിരുന്നു. എനിക്കറിയാം, ഞാൻ നേരത്തെ കോഴിക്കോട്ട് ജോലി ചെയ്ത സമയത്തൊക്കെ അദ്ദേഹം അവിടെ ജോലി ചെയ്ത് ഉള്ള പരിചയമൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരാൾ പറയുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ പൊതുസമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയില്ല. എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പം മമ്മൂട്ടിക്ക് വേണ്ടി മോഹൻലാൽ ഒരു വഴിപാട് കഴിപ്പിക്കുന്നു. ആ വഴിപാട് കഴിപ്പിക്കുന്നത് മമ്മൂട്ടി പറഞ്ഞിട്ടാകണമെന്നില്ലല്ലോ, ഇത് മമ്മൂട്ടി അറിയണമെന്നുമില്ലല്ലോ. അപ്പൊ മോഹൻലാൽ താൻ ഇച്ചാക്ക എന്ന് വിളിക്കുന്ന തന്റെ ജ്യേഷ്ഠ തുല്യനായ സഹോദരന് വേണ്ടിയിട്ട് ഒരു വഴിപാട് കഴിക്കുന്നു. ഈ വഴിപാട് കഴിക്കുന്നത് രോഗം മാറാൻ വേണ്ടിയിട്ടാകണമെന്നില്ലല്ലോ, തന്റെ ജ്യേഷ്ഠ സഹോദരനൂടെ നന്മ കിട്ടണേ, അയാൾക്കും അയാളുടെ കുടുംബത്തിനും കുറച്ച് അനുഗ്രഹം കിട്ടണേ എന്നുള്ള രീതിയിൽ ഒരു പിന്നെന്താ പറയുന്നത് പുഷ്പാർച്ചനയൊക്കെ നടത്തുന്നു എന്ന് പറയുന്ന പോലെ ഒരു വഴിപാട് കഴിപ്പിക്കണം. അപ്പൊ ഈ വഴിപാട് കഴിപ്പിക്കുമ്പോൾ ഞാൻ അറിഞ്ഞിരുന്നോ ഇല്ലയോ എന്ന് മമ്മൂട്ടി വ്യക്തമാക്കണമെന്ന് ഈ ഒ അബ്ദുള്ള പറയുന്നതിൽ ഒരു അടിസ്ഥാനമില്ല. ഇനി രണ്ട്, മുസ്ലിം സമുദായത്തിന് വേണ്ടിയിട്ടാണ് മമ്മൂട്ടി മാപ്പ് പറയേണ്ടത്. അപ്പോൾ മുസ്ലിം സമുദായത്തിന്റെ മുഴുവൻ കുത്തകാവകാശം ഒ അബ്ദുള്ളയ്ക്ക് ഏൽപ്പിച്ച് നൽകിയിട്ടുണ്ടോ? അപ്പൊ നമുക്ക് കുറെ കാലമായിട്ട് അറിയാം, ഇപ്പൊ സമസ്ത എന്ന് പറയുന്ന മതപണ്ഡിതന്മാരുടെ ഒരു സമൂഹമുണ്ട്. അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിക്ക് ഒരു വിഭാഗമുണ്ട്. അതുപോലെ തന്നെ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കുറച്ച് വിഭാഗമുണ്ട്. അപ്പോൾ ഇവരൊക്കെ തന്നെയാണ് മതകാര്യങ്ങൾ സാധാരണഗതിയിൽ അഭിപ്രായം പറയുകയും ഇത്തരത്തിലുള്ള ചില നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തത്. ഇവിടെ ഒ അബ്ദുള്ള പറയുന്നു, മമ്മൂട്ടി അറിഞ്ഞുകൊണ്ടാണ് മോഹൻലാൽ ഇത്തരം ഒരു വഴിപാട് നടത്തിയെങ്കിൽ മുസ്ലിം സമുദായത്തോട് ഒന്നാകെ മമ്മൂട്ടി മാപ്പ് പറയണമെന്ന്. അപ്പം മമ്മൂട്ടി ഇത്രയും കാലം എങ്ങനെയാണ് ജീവിച്ചത്? അദ്ദേഹം ഒരു ആക്ടറാണ്. ആക്ടർ എന്ന് പറയുമ്പോൾ സിനിമയിൽ സിഗരറ്റ് വലിക്കും, ചിലപ്പം കള്ളു കുടിക്കും, ചിലപ്പോൾ പല സ്ത്രീകളുമായിട്ട് ഒരേ സമയം ബന്ധം പുലർത്തുന്നതുകൊണ്ട് ഇതൊക്കെ തന്നെ ഇസ്ലാമിക രീതിയിലാണെങ്കിൽ ലംഘനമല്ലേ, അവരുടെ മതപരമായ കാര്യങ്ങളിൽ ലംഘനമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ അഭിനയിക്കുന്ന ഒരാൾ മതപരമായ കാര്യങ്ങൾ ലംഘിച്ചു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെതിരെ നിലപാട് സ്വീകരിക്കാമായിരുന്നല്ലോ. മാത്രവുമല്ല, മമ്മൂട്ടി എത്രയോ കാലമായി നമ്മുടെ പൊതുസമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആളാണ്. അദ്ദേഹം മറ്റ് വിവാദങ്ങളിലൊന്നും പെടുന്നില്ല. അപ്പോൾ ഒ അബ്ദുള്ള എന്ന് പറയുന്ന ആൾ പെട്ടെന്ന് കയറി വന്ന് മമ്മൂട്ടിക്കെതിരെ ഒരു പ്രസ്താവന നടത്തിയാൽ ഉണ്ടാകുന്നത്, മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം ഇടുന്ന പോസ്റ്റിനോ അദ്ദേഹം സൃഷ്ടിക്കുന്ന ഒരു വീഡിയോയ്ക്കോ വലിയ റീച്ച് കിട്ടും. അതുമൂലം ഒ അബ്ദുള്ള ശ്രദ്ധിക്കപ്പെടും എന്നതിനപ്പുറത്തേക്ക് മമ്മൂട്ടിയും മോഹൻലാലും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു വിള്ളലും ഉണ്ടാകുന്നില്ല. ഇവിടെ ഒ അബ്ദുള്ളയ്ക്ക് ഇങ്ങനെയൊക്കെ പറയാനുള്ള അധികാരം ആര് നൽകിയെന്ന് സമസ്ത ഉൾപ്പെടെയുള്ള മതപണ്ഡിതന്മാരുടെ സംഘടന ഉണ്ടല്ലോ, അവർ പറയട്ടെ, ഞങ്ങൾ പറഞ്ഞിട്ടാണ് ഒ അബ്ദുള്ള അങ്ങനെ പറഞ്ഞത്. അങ്ങനെ അല്ല എങ്കിൽ ഒ അബ്ദുള്ളയെ പൊതുസമൂഹം ചവിട്ടി പുറത്താക്കുക തന്നെ വേണം. കാരണം ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി വഴിപാട് കഴിപ്പിക്കുന്ന അയാളുടെ സമ്മതം മേടിച്ചിട്ടില്ല. അപ്പം ഞാൻ ധന്യയ്ക്ക് വേണ്ടിയോ അല്ല ധന്യ എനിക്ക് വേണ്ടിയോ ഒരു വഴിപാട് കഴിപ്പിച്ചാൽ പരസ്പരം അത് ചോദിച്ചിട്ടാവില്ല. അവരുടെ വിശ്വാസം ഉള്ള പള്ളി ആയിക്കോട്ടെ, അതുപോലെ തന്നെ ചർച്ച ആയിക്കോട്ടെ, അമ്പലമായിക്കോട്ടെ, അവിടെ പോയി പ്രാർത്ഥിക്കുന്നത് മറ്റൊരാൾക്ക് വേണ്ടി, മറ്റൊരാൾക്ക് കൂടി നന്മ കിട്ടണേ, അയാൾ കൂടി നന്മ ഉണ്ടാകണേ എന്ന് പറഞ്ഞിട്ടാണ്. അത് ആരുടെയും അനുവാദം ചോദിച്ചിട്ടില്ല. മാത്രമല്ല, മോഹൻലാൽ ഇങ്ങനെ ഒരു വഴിപാട് കഴിപ്പിച്ചത് വളരെ രഹസ്യമായിട്ടായിരുന്നു. പക്ഷേ സ്വാഭാവികമായിട്ടും ദേവസ്വം ബോർഡിൽ നിന്ന് എങ്ങനെയോ ഈ വിവരം പുറത്തു വരികയും ഇത് മാധ്യമങ്ങൾ വലിയ ചർച്ചയാക്കുകയും ചെയ്തു. ഇതിനെക്കുറിച്ച് മോഹൻലാലോ മമ്മൂട്ടിയോ പ്രതികരിച്ചില്ലെന്ന് മാത്രമല്ല, മോഹൻലാൽ അനിഷ്ടം പ്രകടിപ്പിക്കുകയും ചെയ്തു. ആ സമയത്താണ് ഒ അബ്ദുള്ള വന്നിച്ച് പറയുന്നത്, മമ്മൂട്ടി മുസ്ലിം സമുദായത്തോട് മൊത്തം മാപ്പ് പറയണം, അമ്പലത്തിലെ വഴിപാടിൽ മമ്മൂട്ടിയുടെ പേര് വന്നു, ഇതിൽ മമ്മൂട്ടി എവിടെയാണ് കുറ്റക്കാരനാകുന്നത്? ഇനി ഇസ്ലാം മതത്തിൻ്റെ കാര്യങ്ങൾ മുഴുവൻ നോക്കാൻ ചുമതലപ്പെടുത്തിയ ആളാണ് ഒ അബ്ദുള്ള എന്ന് ആരാണ് കൽപ്പിച്ച് നൽകിയിട്ടുള്ളത്? നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ടോ അങ്ങനെ ഒരു കാര്യം? ഇല്ല. അത് മാത്രമല്ല, മമ്മൂട്ടി ബ്രാഹ്മണനായി വരെ
സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അമ്പലങ്ങളിൽ പോകുന്ന അമ്പലങ്ങളിലെ തീർത്ഥം കുടിക്കുന്ന അതൊക്കെ സിനിമയുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെ ഉണ്ട് എങ്കിൽ അദ്ദേഹം ആ സമയത്ത് പരാതി കൊടുക്കണം. ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ഒരാൾ ബ്രാഹ്മണനായി അഭിനയിക്കാൻ പാടില്ല, ഹിന്ദുവായി അഭിനയിക്കാൻ പാടില്ല, ക്രിസ്ത്യാനിയായി അഭിനയിക്കാൻ പാടില്ല, ഇങ്ങനെയൊക്കെ അഭിനയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ തൗബ ചൊല്ലണം എന്ന് മാപ്പ് പറയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ രംഗത്ത് തരണം. ഈ അബ്ദുള്ളയെ പോലെ വർഗീയ വിഷം തുപ്പുന്ന ഇസ്ലാമിസ്റ്റുകളാണ് ഈ സമുദായത്തിലെ ഏറ്റവും വലിയ ദുർഭൂതങ്ങൾ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. സത്യത്തിൽ ഇപ്പം മമ്മൂട്ടി, മോഹൻലാൽ എന്ന് മാത്രമല്ല ശ്രീജി, മനുഷ്യൻ ഇപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനൊരു ബുദ്ധിമുട്ടുണ്ടായാൽ ആ ജാതി മതം നോക്കിയല്ല നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത്. അയാൾക്ക് മനസ്സമാധാനം കിട്ടണേ, അയാൾക്ക് നല്ല രീതിയിലേക്ക് മടങ്ങി വരാൻ കഴിയണേ എന്നാണ് നമ്മൾ ദൈവത്തിന് മുന്നിൽ ചെന്ന് നിന്ന് പ്രാർത്ഥിക്കുന്നത്. അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു പുറത്താണ്. ഇപ്പോൾ മോഹൻലാൽ പോയത്, മോഹൻലാൽ ജനിച്ചു വളർന്നത് ഒരു ഹിന്ദു വിശ്വാസിയായിട്ടാണ്. ആ വിശ്വാസം മോഹൻലാലിനെ വലിയ രീതിയിൽ മോഹൻലാൽ അർപ്പിക്കുന്നുണ്ട്, അതിൽ വിശ്വാസം. അപ്പം അതുകൊണ്ട് മമ്മൂട്ടിക്ക് ഇത്തരം എന്തെങ്കിലും ഉണ്ട് എങ്കിൽ, ഉണ്ടോ ഇല്ലേന്ന് ഇപ്പോഴും അറിയില്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിനായിരിക്കും. അദ്ദേഹം അമ്പലത്തിൽ പോയപ്പോൾ മമ്മൂട്ടിക്ക് വേണ്ടി ഒരു വഴിപാട് നടത്തണമെന്ന് അദ്ദേഹത്തിന് തോന്നി, അദ്ദേഹം വഴിപാട് നടത്തി. അവർ തമ്മിലുള്ള ബന്ധം അത്രയും ദൃഢമായതുകൊണ്ടായിരിക്കും. ഇത് സമൂഹത്തിനൊരു നല്ല മെസ്സേജാണ് നൽകിയത്. സുഹൃത്തുക്കൾ തമ്മിൽ ജാതിയുടെ മതത്തിൻ്റെയോ മറ്റൊന്നിൻ്റെ പേരിലുമുള്ള വേർതിരിവുകളില്ല. ഞങ്ങൾ എത്ര വലിയ മെഗാസ്റ്റാർ ആയാലും സൂപ്പർ സ്റ്റാർ ആയാലും ഞങ്ങൾ സുഹൃത്തുക്കളാണ്. ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഞാനും ഒപ്പമുണ്ടാകും. ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിനെ, അദ്ദേഹത്തിനും കൂടി വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ എത്തുന്നത് എന്നുള്ളൊരു സന്ദേശം ഇത് ഈ വരുന്ന തലമുറയ്ക്കൊക്കെ നൽകുന്നൊരു സന്ദേശമാണ്. അതിൽ വർഗീയ വിഷം തുപ്പുകയാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത് മുസ്ലിമായ കുട്ടികൾ ചിന്തിക്കുന്നത് എന്താണ്? നമ്മൾ മറ്റൊരു സമുദായത്തിലോ ജാതിയിലോ ഉള്ള ഒരാളുമായി ബന്ധപ്പെട്ടാൽ, അല്ലെങ്കിൽ അവരുമായി സൗഹൃദം കൂടിയാൽ, അല്ലെങ്കിൽ അവരുമായി ഇത്തരത്തിൽ അവരുടെ ഏതെങ്കിലും ആചാരാനുഷ്ഠാനങ്ങൾ പങ്കുചേർന്നാൽ അപ്പോഴേക്ക് നമ്മൾ തൗബ ചൊല്ലണം, അല്ലെങ്കിൽ നമ്മളെ ദൈവം ശിക്ഷിക്കും. ഇതാണ് അവരുടെയൊക്കെ മനസ്സിലുണ്ടാകുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത്. അപ്പം ഇത്രയും വലിയ വർഗീയ വിഷം, PC ജോർജിനെതിരെ കേസെടുത്ത പോലീസ്, ആഭ്യന്തര വകുപ്പിന് നട്ടലുണ്ട് എങ്കിൽ അബ്ദുള്ളക്കെതിരെയും കേസെടുക്കാൻ നിങ്ങൾ തയ്യാറാകണം എന്നുള്ളതാണ്. അങ്ങനെയല്ലേ? തീർച്ചയായും മമ്മൂട്ടിയും മോഹൻലാലും സിനിമകൾ പുറത്തിറങ്ങുമ്പോൾ ഫാൻസ് അസോസിയേഷൻ പരസ്പരം ഏറ്റുമുട്ടുമെങ്കിലും അവർ തമ്മിൽ നല്ല യോജിപ്പാണ്. അപ്പോൾ പുതിയ തലമുറയ്ക്ക് തെറ്റായ ഒരു സന്ദേശം നൽകാനാണ് ഇവിടെ അബ്ദുള്ള ശ്രമിച്ചത്. ഒരിക്കലും ഇത്തരം നിലപാടുകളുമായി വരുന്നവരെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരായിക്കോട്ടെ, ഹൈന്ദവ സമുദായത്തിൽപ്പെട്ടവരായിക്കോട്ടെ, ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ടവരായിക്കോട്ടെ, ആരും തന്നെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അങ്ങ് വിട്ടുപോകും. ഇവിടെ അബ്ദുള്ള താനൊരു കുറിപ്പ് എഴുതിയാൽ ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്നത് മനസ്സിലാക്കിക്കൊണ്ടാവാം ഒരുപക്ഷെ ഒരു വീഡിയോ തന്നെ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ ആ പോസ്റ്റിന് താഴെ ഈ അബ്ദുള്ളയെ വളരെ മോശമായി വിമർശിച്ചുകൊണ്ടാണ് മുസ്ലിം സമുദായത്തിലെ സഹോദരങ്ങൾ തന്നെ പോസ്റ്റ് ഇട്ടേക്കുന്നത്. ഈ മമ്മൂട്ടിയുടെ കാര്യത്തിലൊക്കെ ഇടപെടാൻ ഇയാൾ ആരാണ്? ഇയാളെ ഇക്കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടോ? മാത്രമല്ല മമ്മൂട്ടിയുടെ പ്രൊഫഷൻ എന്ന് പറയുന്ന അഭിനയമാണ്. ഒരാളായി അഭിനയിക്കുകയാണ്. അഭിനയിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും ചെയ്യും എന്ന് പറയുന്ന പോലെ ഇത്രയും കാലത്ത് അഭിനയത്തിനിടയിൽ ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കാത്തയാൾ പുതിയ കാലഘട്ടത്തിൽ ഈ കുത്തിത്തിരിപ്പുമായിട്ട് ഇറങ്ങുന്നതിന് പിന്നിൽ ചില നിഗൂഢ ലക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള താല്പര്യങ്ങളുമായിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് കടന്നു വന്നാൽ ഇതേ ഇടുങ്ങിയ ചിന്താഗതി വെച്ച് പുലർത്തുന്ന കുറേ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരുടെ പിന്തുണ കിട്ടുകയും അവരുടെ ഒരു ആചാര്യനായി തനിക്ക് മാറാൻ കഴിയുമെന്ന് അബ്ദുള്ള തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അത് സമൂഹത്തെ നശിപ്പിക്കുന്ന ഒരു പ്രവണതയായിരിക്കും. എന്തായാലും അതിൽ നിന്ന് പിന്മാറണം. മോഹൻലാലിനും മമ്മൂട്ടിക്കും ഇത്തരം പ്രശ്നമില്ല. ഈ ആരാധന അല്ലെങ്കിൽ ഈ വഴിപാട് കഴിപ്പിക്കലൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യം എന്ന നിലയിൽ മാത്രം ഉൾക്കൊള്ളണം. പൊതുസമൂഹത്തെ ഇടുങ്ങിയ രീതിയിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള ആളുകളെ ഇനി നമ്മൾ ഒരു കാരണവശാലും പിന്തുണയ്ക്കരുതെന്നല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. എന്തായാലും അബ്ദുള്ള എന്ന് പറയുന്ന വർഗീയ വിഷയത്തെ ഒറ്റപ്പെടുത്തുക തന്നെ വേണം. ഇനി ഇത്തരം മാധ്യമ പ്രവർത്തനമായാലും മതപണ്ഡിതനായാലും ഇത്തരം വർഗീയ വിഷയങ്ങൾ ഉണ്ടാവാൻ നമ്മൾ ആരും അനുവദിക്കരുത്.